எல்லாரும் கேர்ள்ஸை பார்த்து இம்ப்ரெஸ் ஆவாங்க. எல்லாம் இப்போ எங்கள் ஃபங்க்ஷனுக்கு வந்தவங்க எல்லாம் பொண்ணு சூர்யா ப்ரோவை பார்த்து എല്ലാം ഇംപ്രസ്ഡ് ആയിട്ടാங்க. ഇന്നലെ പൊള്ളാച്ചിയിൽ ഒരു സീമന്തത്തിൻ്റെ വർക്കിന് പോയതാണ്. നമ്മുടെ ഇന്ദുവിൻ്റെയും കർണൻ്റെയും വർക്കായിരുന്നു. അപ്പോൾ പോകുന്ന തലേ ദിവസം ഞാനിവിടെ ക്യൂക്യാമിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കൊണ്ടാക്കിയത് നമ്മുടെ മോനൂസാണ്. അപ്പോൾ മോനൂസ് അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളുമായിട്ട് ട്രെയിനിലേക്ക് നമ്മൾ ഓടി കയറി കൊല്ലത്തുനിന്ന്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സൂപ്പറായി ഉടനെ വരും. ഈ ഉരുട്ടിക്കേട്ട് നേരെ പൊള്ളാച്ചിലോട്ട് എത്താൻ വേണ്ടി കേട്ടോ. പൊള്ളാച്ചിയിലെത്തി റെഡ് ടാക്സി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ ഇദ്ദേഹം അറേഞ്ച് ചെയ്ത നമുക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലത്തേക്ക് എത്തി. ഫ്രഷായി നേരെ വീണ്ടും ഞങ്ങളെ പണിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾക്ക് നല്ല മലയാളം പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ സൂചിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. കാറൊക്കെ നല്ല നീറ്റായിരുന്നു, വൃത്തിയായിരുന്നു, സൂപ്പറായിരുന്നു. വീണ്ടും കയറാൻ തോന്നിയ ഒരു കാറൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നല്ല കാര്യം. പിന്നെ നമ്മൾ നേരെ കൃത്യസമയത്ത് നേരത്തെ എത്തി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് അവിടെ ഇപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോഴത്തേക്ക് അവിടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചിരിയോട് കൂടി ഞങ്ങൾക്ക് ഫുഡൊക്കെ എടുത്ത് തന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ അമ്മൂമ്മയാണിത്. നല്ല രസമായിരുന്നു, വെറൈറ്റി ഫുഡൊക്കെ ആയിരുന്നു. അപ്പം വന്നപ്പോൾ വെറുതെ ഇരിക്കില്ലേ, അപ്പം അവിടെ നിന്ന് ബന്ധുക്കളുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് കുറച്ച് കപ്പിൾസിനെ കിട്ടി, അവരുടെ ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിലേറ്റീവ്സ് എല്ലാവരും വന്നു. ഹിന്ദുവും വന്നു. ഹിന്ദു നമസ്കരിച്ചു. ആ സമയത്ത് പിന്നെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്തു. അപ്പോഴത്തേക്ക് കടനും വന്നു. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് എടുത്തത് കൈ കുഴഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രൈപ്പോഡില്ല. ഞങ്ങൾ പിന്നെ അവൻ കാർഡ്ബോർഡും അപ്പു കാർഡ്ബോർഡും ഞാനാണെങ്കിൽ എൻ്റെ LC ആണ് യൂസ് ചെയ്തത്. അപ്പം സ്റ്റാൻഡിന് പകരമായിട്ട് കൊള്ളായിരുന്നു. കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഇവരാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടി നമ്മളെ കൂടി എൻകറേജ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടി ഒതുക്കി തരും. അവിടെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. അപ്പം ഈ സീമന്തത്തിൽ എനിക്കും അവരെ ഒന്ന് അതുപോലെയൊക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാനും അവർക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ദക്ഷിണയും കൊടുത്തായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. നമ്മളും അവരുടെ ഭാഗമാകുക എന്നുള്ളതാണല്ലോ. പിന്നെ ഇവിടെ ബന്ധുക്കാരെല്ലാം പിടിച്ച് നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. പിന്നെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയി. മനോജ് ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി തന്നു. നേരെ കൊഴിച്ച് ഒരു അപ്പമൊക്കെ തന്നു. നല്ല രുചിയുള്ള സംഭവമൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നി എന്താണ് നമുക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് എടുക്കണം. അങ്ങനെ വീണ്ടും അവരെ വിളിച്ച് വരുത്തി എടുപ്പിച്ചു. എടുത്തു കഴിഞ്ഞ് പോകാൻ നേരത്ത് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇവർക്ക് ബൈ പറയാൻ വേണ്ടി പിടിച്ചു നിർത്തി. അപ്പോൾ ഇവർ കുറച്ച് കാര്യം പറഞ്ഞു. കേട്ട് നോക്കും അവരെന്താ പറഞ്ഞതെന്ന്. അത് എനിക്ക് സ്പെഷ്യലാണ് പറഞ്ഞ വാക്കുകൾ. We are from பொள்ளாச்சி, தமிழ்நாடு. ஆக்சுவலி ப்ரோங்களுக்கு ரொம்ப இஷ்டப்பட்டு நாங்கள் அங்கேருந்து வர சொல்லியிருக்கு. எங்கள் டேவை ரொம்ப மெமரபுளாக ஆக்கி கொடுத்துருக்காங்க. கண்டிப்பாக அதாவது எல்லோரும் கேர்ள்ஸை பார்த்து இம்ப்ரெஸ் ஆவாங்க. எல்லாம் இப்போ எங்கள் ஃபங்க்ஷனுக்கு வந்தவங்க எல்லாம் பொண்ணு சூர்யா ப்ரோவை பார்த்து எல்லாம் இம்ப்ரெஸ்ட் ஆகிட்டாங்க. தேங்க்ஸ் ஃபார் மேக்கிங் மெமரபிள் ഡേ ബ്രോ. താങ്ക് യു. ബൈ ബൈ. ലവ് യു സോ മച്ച്. ഞാൻ ബൈ പറയാനാണ് പറഞ്ഞത്. എന്നെ പറ്റി താങ്ക് യു. ഞാൻ ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. താങ്ക് യു കർണം ബ്രോ. പലരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പറയാറുണ്ട്. അങ്ങനെ വളരെ പോസ്റ്റ് ചെയ്യാറില്ല കാര്യങ്ങളൊന്നും. പക്ഷേ ഇതെനിക്ക് ജെന്യൂനായിട്ട് കിട്ടിയ സാധനമായിട്ട് പോസ്റ്റ് ചെയ്താണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ഫ്രഷ് ആവുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഫ്രഷായി. നമുക്ക് അവർ കരിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി 4 ടാക്സിയാണ് ഇവർ അറേഞ്ച് ചെയ്തത്. നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം കാര്യങ്ങൾ നമ്മളും നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടി പെട്ടെന്ന് കൊല്ലത്തേക്ക് പോകാനുള്ള ട്രെയിനിലേക്ക് കയറി. രസം വെച്ച് വരുന്ന വഴിക്ക് എൻ്റെ ചാർജറും ഹെഡ്ഫോണും കളഞ്ഞു പോയി. എന്തായാലും പോയത് പോയി, അത് പോട്ടെ. വരാനുള്ളത് ഓട്ടോ വിളിച്ചാൽ ഇനി വരും.